ഭയങ്കര സിമ്പിളാ. വീടിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ഞങ്ങളെല്ലാവരും അതേപോലെയാണ്. ഞങ്ങളെല്ലാവരെയും കോമൺ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരേ ഒരു കാര്യമുള്ളൂ: സ്നേഹം. ഫുഡിനോടുള്ള സ്നേഹം, ആക്രാന്തം. ഞങ്ങൾ താമസിക്കുന്ന റെജീനയിൽ ഏറെക്കുറെ 800 കിലോമീറ്റർ ദൂരമുണ്ട് കാൽഗരിക്ക്. രാത്രി മുഴുവൻ ഞാനാ വണ്ടി ഓടിച്ചത്. ഈ വണ്ടി ഓടിക്കുമ്പോഴും ഉറക്കം വരാണ്ട് എന്നെ ഉണർത്തിയിരിക്കുന്നൊരു ഫാക്ടറി ഉണ്ട്: തിന്നണം, വയറ് നിറച്ച് തിന്നണം, അപ്പവും മുട്ട റോസ്റ്റും തിന്നണം. യാത്ര ചെയ്ത് കാൽഗരിയിൽ രാവിലെ എത്തണമെങ്കിൽ നമ്മുടെ കേരള ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മുടെ തൃശ്ശൂർക്കാരുടെ കടയാണ്. പോടാ, മുട്ട റോസ്റ്റ് ഇല്ലേ? കുറെ നാളായി ഹോട്ടലിൽ മുട്ട റോസ്റ്റ് കഴിച്ചിട്ട്. പൊറോട്ട, അപ്പം മുട്ട റോസ്റ്റ്, അപ്പവും തേങ്ങാപ്പാലൊക്കെ കഴിച്ചാൽ മുട്ട റോസ്റ്റ് കഴിക്കുന്നത്. എന്തിനാന്ന് നാട്ടിൽ നിന്ന് വന്ന പിന്നെ ഹോട്ടൽ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് നാളായി. ഇവിടെ അപ്പവും മുട്ട റോസ്റ്റും ഒരു പിടി. എന്താ ഓർഡർ ചെയ്തേക്കണേ? ഞാൻ പൊറോട്ടയും ബീഫും. രാവിലെ പൊറോട്ടയും ബീഫ് പഠിക്കാറുണ്ട്. എടൈമിൽ എന്താ ഓർഡർ ചെയ്തേക്കണേ? പൊറോട്ടയും ബീഫും മുട്ടും. ഷെഫിയോട് എന്താ ഓർഡർ ചെയ്തേക്കണേ? അമ്മ എന്താ ഓർഡർ ചെയ്തേക്കണേ? എന്താ ഓർഡർ ചെയ്തേക്കണേ? നീ എന്താണ് ഓർഡർ ചെയ്തേക്കണേ? ഞാൻ ഇച്ചിരി വെറൈറ്റി ആയിട്ട് പൊറോട്ടയും ബീഫും 2 പഴംപൊരി. നല്ല ചൂടാണല്ലോ. പൊറോട്ട ബീഫും എന്തോട് ഓർഡർ ചെയ്യാം? ഞാൻ അതുകൊണ്ട് ഈ തവണ എക്സ്പെക്ടേഷൻ ഒന്നും വെക്കാതെ വന്നത്. നല്ല മുരിഞ്ഞ പോപ്പ്, നല്ല ചുമന്ന മുട്ട റോസ്റ്റ്, തേങ്ങാപ്പാൽ ഒഴിച്ചത്. ഇത് സൊല്ലിയേ ആക്കണം ഈ ഒരു ഹോട്ടൽ, പൊറോട്ട ഹട്ട്. കാരണം റെജൈനയിലുള്ള ഞങ്ങൾ കാൽഗരിയിലേക്ക് മൂവ് ഓൺ ചെയ്താലോ എന്ന് വരെ ആലോചിച്ചു. വളരെ നല്ല ഭക്ഷണം, അടിപൊളി, നല്ല അടിപൊളി ഫുഡായിരുന്നു. കുറേ നാൾ ശേഷം നല്ലൊരു കേരള ഫുഡ്. ഞങ്ങളുടെ കൂട്ടത്തിലെ നാടൻ മദാമ്മ. അങ്ങനെ ഞങ്ങൾ കാൽഗരിയിലെ ഹെറിറ്റേജ് പാർക്ക്. ഹെറിറ്റേജ് പാർക്കിന്റെ വിവര പട്ടിക: അഡൾട്ട് 16 വയസ്സ് തൊട്ട് 24 വയസ്സ് വരെ $39, $40. സീനിയർ ആണെങ്കിൽ 31, ചൈൽഡ് ആണെങ്കിൽ 27.95. ഹെറിറ്റേജ് വില്ലേജിൽ എല്ലാവരും ഭയങ്കര ഹെറിറ്റേജസ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നടക്കണേ. ഇത് കണ്ടില്ല, ഒരു മദാമ്മ. ചേച്ചി ഹെറിറ്റേജ് വില്ലേജിന്റെ ഭാഗമാണോ? പണ്ട് ഇവിടെ പെട്ടതാ, മലയാളിയാ ശരി. പണ്ട് ഇവിടെ പെട്ടുപോയി, പിന്നെ ഇവിടുത്തെ ഹെറിറ്റേജ് ആക്കി വെച്ച്.
എൻട്രൻസ് വിൻറ്റേജ് കാർ മ്യൂസിയം ഓർ 50 ആൻറ്റിക് കാർസ് കാസിലിൻ അലി മ്യൂസിയം. ഇവിടെ കുറേ വിൻറ്റേജ് കാറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വിൻറ്റേജ് കാറുകൾ കണ്ടിട്ട് വരാം, എന്നിട്ട് ബാക്കിയുള്ള പരിപാടി. ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വിവരമുള്ളവനാണ് ഇവനൊരു ജീവിച്ചിരിക്കുന്ന ChatGPT ആണ്. പണ്ടത്തെ ഫെഡറിക് സായിപ്പ് ഉരുളക്കിഴങ്ങ് കൃഷി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ പുള്ളിയുടെ വണ്ടിയായിരുന്നു. അതിൻ്റെ അകത്ത് പുള്ളി ഇങ്ങനെയാണ് ഉരുളക്കിഴങ്ങ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഏതാ വണ്ടി? കാഡിലാക്കിൻ്റെ. 1905 ഇറങ്ങിയ വണ്ടിയാണ്. 1905 കാഡിലാക്ക്. കാറിന് ശേഷം ഇനി ട്രെയിൻ. ഹെറിറ്റേജ് പാർക്കിലെ വേറൊരു സംഭവം ട്രാക്ടർ റൈഡ്. ട്രാക്ടറിൻ്റെ പുറത്തിൽ ഇങ്ങനെ ഒരു ബസ് പോലത്തെ സംഭവം കെട്ടിയിട്ടിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ റൈഡ് ചെയ്യിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ടിക്കറ്റ് കൊണ്ട് ഇതിലും കയറാൻ പറ്റും കേട്ടോ. നിർത്താൻ തോന്നുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. മിഡ്നാപൂർ റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ ഇന്ത്യയിലെ അവിടുത്തെ സ്ഥലം പോലെ ഉണ്ടല്ലേ മിഡ്നാപൂർ എന്നൊക്കെ പറയുമ്പോൾ. ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടാ. വന്നടാ. ഇതാണ് നമ്മൾ പറഞ്ഞ കൽക്കരി എഞ്ചിൻ വണ്ടി. പണ്ട് കാൽഗരി കൂടി ഓടിക്കൊണ്ടിരുന്ന എഞ്ചിൻ അവർ അങ്ങനെ തന്നെ പ്രിസർവ് ചെയ്തേക്കാം. ഇതിപ്പോൾ നിറച്ച ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് കയറാം. അത്യാവശ്യം സീറ്റിംഗ് ഉണ്ട് കേട്ടോ. ഏറെക്കുറെ ഒരു 4 ബോഗിയുണ്ട് ട്രെയിനിൽ. 4 അല്ല, 1, 2, 3, 4 4 ബോഗി തന്നെ. ഒരു ബോഗിയിൽ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഒരു 50-55 പേർക്ക് ഇരിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ നിങ്ങളെപ്പോൾ വന്നാലും ഈ സാധനത്തേക്ക് കയറാൻ പറ്റുമായിരിക്കും. മോറിസി ഫെഡൈൻ ആൻഡ് മിക്കൽ റെയിൽവേസ്. കൊള്ളാടാ, അപ്പം കൊള്ളാം. ചേച്ചി ഈ വണ്ടി ചാലക്കുടി പോവോ? ചാലക്കുടിക്കുള്ള വണ്ടിയാണത്. പറയൂലെന്ന്. ശരിക്കും പണ്ടത്തെ ട്രെയിനിൻ്റെ ഉള്ളൊക്കെ പോലെ തന്നെ അല്ലേ? അമ്മ ടിക്കറ്റ് ഇല്ലാണ്ടാ യാത്രയാണ്. കള്ളവണ്ടി കയറി വന്നേക്കാ. നമ്മുടെ നാട്ടിൽ ഇത്രയും പഴയൊരു ട്രെയിൻ ഉണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. സീറ്റുകൾക്ക് വരും ബെഞ്ചാണ്, മരത്തിൻ്റെ ബെഞ്ച്. പിന്നെ ഇതിങ്ങനെ ലിറ്ററലി ഇത് പോകുമ്പോൾ ഭയങ്കര ഷെയ്ക്കാണ്. പണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്ത് നമ്മുടെ പൈലപ്പൻ ചേട്ടൻ്റെ കാളവണ്ടി ഉണ്ടായിരുന്നു. ആ കാളവണ്ടിയിൽ ഇരുന്ന് പോണ അതേ ഫീൽ തന്നെയാണ് ഈ ട്രെയിനിൽ പോകുമ്പോൾ കിട്ടുന്നത്. ഭയങ്കര കുടുക്കാണ്. പുറത്ത് ജെയിൻ്റ് വീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഈ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതിങ്ങനെ നിർത്തണ ഓരോ സ്റ്റേഷനിലും ഓരോരോ കാര്യങ്ങളാണ്. അതായത് ഇപ്പം നേരത്തെ കഴിഞ്ഞ സ്റ്റേഷനിൽ ഒരുപാട് കളിക്കാനുള്ള സാധനങ്ങൾ, അതായത് ജെയിൻറ്റ് വീലുള്ള സംഭവങ്ങൾ, പിന്നെ സൂ പോലുള്ള സംഭവങ്ങൾ, അങ്ങനെ ഓരോ സ്റ്റേഷനിലും ഓരോ പഴയ കാര്യങ്ങളുണ്ട്. ആൾക്കാരാണെങ്കിലും അതേ ലുക്കാണ്. അതായത് ഇവരെയൊക്കെ പൈസ കൊടുത്ത് വെച്ചേക്കണായിരിക്കും. അവർ നമുക്ക് ടാറ്റയും തരും. പോണ വഴിക്കൊക്കെ അവർ ടാറ്റ തന്നെ ഉണ്ട്. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഈ ട്രെയിൻ. ഞങ്ങളിപ്പോൾ എങ്ങോട്ടാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് സ്റ്റേഷനിൽ ഇറങ്ങണേ? നമ്മളെല്ലാം റൗണ്ട് അടിച്ച് കണ്ടിട്ട് നല്ലത് നോക്കി ഇറങ്ങും. ഞങ്ങളെല്ലാം റൗണ്ട് അടിച്ച് കാണും. എന്നിട്ട് ഏറ്റവും നല്ല സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങും ഫ്രീ ആയിട്ട്. ഇഞ്ചി മിഠായി, ഇഞ്ചി മിഠായി, ഇഞ്ചി മിഠായി, ഇഞ്ചി മിഠായി. തീവണ്ടി കൂകി പായും തീവണ്ടി, കൂട്ടിന് ഞാനും കൂടെ പോന്നോട്ടെ. ഞങ്ങളിങ്ങനെ ഷെപ്പേർഡ് സ്റ്റേഷനിൽ ഇറങ്ങുകയാണ്. അതായത് ഇവിടെ ഈ സ്റ്റേഷൻ്റെ പേര് ഷെപ്പേർഡ് സ്റ്റേഷൻ എന്നാണ്. ഇതിലിറങ്ങിക്കഴിഞ്ഞാൽ അപ്പുറത്ത് കുറച്ച് ഗെയിംസ് ഉണ്ട്. ഗെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ റോളർ കോസ്റ്റർ, എന്തെന്ന് ഈ സാധനത്തിൻ്റെ പേരെന്താ, മറ്റേ ഊഞ്ഞാലില്ലേ, ആ സംഭവം ഉണ്ട്. പിന്നെ റോളർ കോസ്റ്റർ ഉണ്ട്. ഇതിൻ്റെ പേരെന്താ, ഇത് നമ്മുടെ മറ്റേ പള്ളിപ്പെരുന്നാളിനൊക്കെ കൊണ്ടുവന്നിരുന്നില്ലേ അങ്ങനത്തെ സാധനം. പിന്നെ എന്തൊക്കെയോ ഉണ്ട്. ഇതൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണല്ലേ. ആ ഒരു $40 നമ്മൾ നേരത്തെ മുടക്കിയ ഒരു $40 ഇല്ലേ, ആ $40 മുടക്കി കഴിഞ്ഞ് ഇതിൻ്റെ അകത്തൊക്കെ കയറാം. അതായത് ഈ ഒരു ഊഞ്ഞാല് പോലത്തെ സംഭവമില്ലേ പുറകെ കാണുന്നത്, അതിൽ കയറാം, ഈ റോളർ കോസ്റ്ററിൽ കയറാം. ഇതാ സുഹൃത്തുക്കളെ, നമ്മൾ പോവുകയാണ്. ഞങ്ങൾ വരികയാണ് സുഹൃത്തുക്കളെ. പേടിയുണ്ടെങ്കിലും പേടിയില്ലാത്ത പോലെ ആക്ട് ചെയ്താൽ മതി എന്ന് എനിക്ക് തോന്നണേ. അയ്യോ, ഇതൊക്കെ പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന കടകളുടെയൊക്കെ ഒരു റെപ്ലിക്ക മോഡലാണ്. ദ നോർത്തേൺ അഷുറൻസ് കമ്പനി, സ്ട്രാത്മോർ ഏജൻസീസ്, നോർത്ത് ബ്രിട്ടീഷ് മെർക്കൻഡൈൽ, ഫോണിക്സ്, അങ്ങനെ പണ്ടത്തെ കടകളുടെയൊക്കെ ഒരു റെപ്ലിക്ക കോപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതേന ഒരു ഡെന്റിസ്റ്റിൻ്റെ ഓഫീസല്ല, ഹോസ്പിറ്റൽ അല്ല, ക്ലിനിക് അല്ലേ. ഇതിൻ്റെ ഉള്ളിൽ ആരും ഇല്ലെങ്കിലും അതാണ് നമ്മുടെ ഡെന്റിസ്റ്റ്. ഏനാ ഒരു പേഷ്യൻ്റ് വായ മുളിച്ചിട്ടുണ്ട്. ഒരു ഹൊറർ പേഷ്യൻ്റ് അല്ലേ. ഈ ഹെറിറ്റേജ് വില്ലേജ് ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റും എന്നെനിക്ക് തോന്നണില്ല. എന്നുവെച്ചാൽ അത്രയും ഏരിയയിൽ ഇതിങ്ങനെ പടർന്ന് കിടക്കുകയാണ്. ഒരുപാട് കടകളും പണ്ടത്തെ ഒരുപാട് റെപ്ലിക്ക മോഡൽസാണ് കൂടുതലായിട്ടുള്ളത്. പണ്ടത്തെ ഡെന്റിസ്റ്റ്, പണ്ടത്തെ ഡോക്ടേഴ്സ്, പണ്ടത്തെ ബേക്കറീസ്, പണ്ടത്തെ ഹോട്ടൽസ്, അങ്ങനെ ഒരുപാട് മോഡൽസ് ഉണ്ട്. ഏതായാലും ഞങ്ങളുടെ തിരിച്ചു പോകാനുള്ള സമയമായതുകൊണ്ട് ട്രെയിൻ വന്നു, ഞങ്ങളതിൽ കയറി, ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ താമസ സ്ഥലത്തേക്ക് പോവുകയാണ്. ഏതായാലും ഇനിയും വരും ഹെറിറ്റേജ് വില്ലേജ്, മനസ്സിൻ്റെ ഉള്ളിൽ എന്നും നിൽക്കും.